പത്മനാഭന്റെ വാക്ക. അത് മാറണമെങ്കിലേ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. ഏതാ? ഞങ്ങൾക്ക് അതിൽ വിശ്വാസം. ഇങ്ങനെ ഒരു ബന്ധം ഇന്ദ്രന് വന്നു ചേരുന്ന തന്നെ പുണ്യെന്നാ ഞങ്ങൾ കരുതുന്നേ. മുഹൂർത്തത്തിന് നേരായി വരികയല്ലേ, പത്മനാഭൻ മോളെ വിളിക്ക്. സൗഭാഗ്യേ, പാറുവിനോടൊന്ന് വരാൻ പറ. ഇപ്പൊ വരും പോലെ. ഓ ആയിക്കോട്ടെ. ഇന്ദ്ര ഇപ്പൊ വരും. മോളെത്തിയല്ലോ. അന്ന് ചടങ്ങിന് വന്നപ്പോ പത്മനാഭന്റെ മോളെ ശരിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. കണ്ടതൊക്കെ വേണ്ടാത്ത കാഴ്ചകളാണല്ലോ. മുത്തശ്ശി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട. പത്മനാഭനോടെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി വേണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറേണ്ടത്. അല്ല, മോളെ കൊണ്ട് പറയുന്നതല്ല. പാറുവിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല. അല്ല, അത് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. എന്റെ വാക്ക് എന്റെ മോള് പാലിച്ചിരിക്കും. അല്ല, ജ്യൂസ് എടുക്കാൻ പോയ ഗിരിയെ കണ്ടില്ല. ഭാഗ്യേ, ഒന്ന് അവനെ വിളിച്ചേ. ഗിരി, എവിടെ? മോളെ, ഗിരി മോൻ ആ ജ്യൂസ് മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തേ. പെൺകുട്ടികളൊക്കെ അവിടെ നിൽക്കട്ടെ. മോളെ, അതവന്റെ കൊടുത്തേ. പാർവതിക്ക് അല്ല, ഞാൻ എന്താ വിളിക്കേണ്ടത്? പാർവതി എന്ന് വിളിക്കണോ അതോ പാറു എന്ന് വിളിക്കണോ? എല്ലാരും പാറു എന്നല്ലേ വിളിക്കുന്നത്. ഞാൻ പാറൂട്ടി എന്ന് വിളിക്കാം. എന്റെ പാറൂട്ടിക്കൊരു തമാശ അയക്കണോ? ആ ജ്യൂസില്ലേ, അത് അബദ്ധത്തിൽ എന്റെ കാലിൽ വീണതല്ല. ഞാൻ മനഃപൂർവ്വം തട്ടിയിട്ടതാ. ആ ഗിരിയെ കൊണ്ടെന്റെ കാല് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു തറവേ. കുടുംബക്കാരെ കൂട്ടി പെണ്ണ് കാണാൻ വന്നപ്പോ അവൻ ഒറ്റ ഒരുത്തനാ എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയത്. അന്ന് ഞാൻ മനസ്സ് കരുതിയതാ അവനെ കൊണ്ടെന്റെ കാല് പിടിപ്പിക്കണം. ഏതായാലും അത് നടന്നു എന്ന് കരുതി എനിക്ക് അവനോടുള്ള കലി തീർന്നിട്ടൊന്നുമില്ല. കലി അവനോട് മാത്രമേ ഉള്ളൂ കേട്ടോ. പാറൂട്ടിയുടെ എനിക്കതില്ല. പാറൂട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചതാ തന്നെ എങ്ങനെങ്കിലും സ്വന്താക്കണം. ഇന്നത് ഉറപ്പിക്കാൻ പോവുക. അതാണ് ഇന്ദ്രൻ.
ഇനി മോതിരം കൈമാറാം. ഞാൻ അങ്ങോട്ടല്ലേ? അതെ, അണിയിച്ചോളൂ. ആ. മോളെ ആ കൈ നിന്ന് നീട്ടിക്കേ. ആ ഈശ്വര. ആ, കുട്ടി ഇട്ടോളൂ.